കുട്ടമ്പുഴ കൂവപ്പാറയിൽ മാലിന്യക്കുഴിയിൽ വീണ കാട്ടുകൊമ്പനെ മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി. മയക്കുവെടിവെച്ച് ആനയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുള്ള നാട്ടുകാരുടെ പ്രതിഷേധമാണ് രക്ഷാപ്രവർത്തനം വൈകിച്ചത്. ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ രക്ഷപ്പെടുത്തിയ ശേഷം വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ മയക്കുവെടിവെച്ച് പിടികൂടാമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. 24 മണിക്കൂറും ആനയെ നിരീക്ഷിക്കുമെന്ന് വനം വകുപ്പ് സമ്മതിച്ചിട്ടുണ്ട്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ കൂവപ്പാറയിൽ വനത്തിൽ നിന്ന് 1/2 കിലോമീറ്ററോളം അകലെയുള്ള ജനവാസ മേഖലയിലെത്തിയ കാട്ടുകൊമ്പനാണ് ചൊവ്വാഴ്ച പുലർച്ചെ മാലിന്യക്കുഴിയിൽ അകപ്പെട്ടത്. ആനയ്ക്ക് പുതുജീവൻ ലഭിച്ചത് 12 മണിക്കൂറിന് ശേഷമാണ്. വനപാലകരുടെ നേതൃത്വത്തിൽ കുഴിയുടെ വശമിടിച്ചുണ്ടാക്കിയ വഴിയിലൂടെ ആന കരയ്ക്ക് കയറി. പിന്നീട് വനത്തിലേക്ക് തുരത്തുകയും ചെയ്തു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയായത്. ഷിബു തെക്കുംപുറം MLA, മലയാറ്റൂർ DFO P. കാർത്തിക് തുടങ്ങിയവർ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകി. ആന കുഴിയിൽ വീണ വിവരം അറിഞ്ഞയുടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വനംവകുപ്പ് തയ്യാറെടുപ്പ് നടത്തി. മണ്ണുമാന്തി യന്ത്രവും മറ്റ് സന്നാഹങ്ങളും സ്ഥലത്തെത്തിച്ചു. ഈ ഘട്ടത്തിൽ നാട്ടുകാർ എതിർപ്പുമായി രംഗത്തു വന്നതാണ് ദൗത്യം വൈകിപ്പിച്ചത്. ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്ത് ഭീതി പരത്തിക്കൊണ്ടാണ് ഈ ആന പോകുന്നത്. ഈ ആനയാണ് ഇപ്പോൾ കിണറ്റിൽ വീണിരിക്കുന്നത്. ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. കിണറിനുള്ളിൽ വെച്ച് മയക്കുവെടി വയ്ക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ നാട്ടുകാർ വഴങ്ങിയില്ല. തുമ്പിക്കൈയിലുള്ള മാരക മുറിവിനെ തുടർന്ന് ആനയുടെ ആരോഗ്യസ്ഥിതിയിലുള്ള സംശയവും അധികൃതർ പങ്കുവച്ചു. രക്ഷാദൗത്യം അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെയാണ് ചർച്ചയുണ്ടായത്. ചർച്ചയിലുണ്ടായ ധാരണ MLA വിശദീകരിച്ചു. ഇപ്പോൾ രക്ഷപ്പെടുത്തിയ ശേഷം ആന വീണ്ടും ജനവാസ മേഖലയിലെത്തിയാൽ മയക്കുവെടിവെച്ച് പിടികൂടാമെന്നായിരുന്നു വനംവകുപ്പിന്റെ ഉറപ്പ്. ആനയെ 24 മണിക്കൂറും നിരീക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നും തീരുമാനമുണ്ട്. ആനയെ മയക്കുവെടിവെച്ച് മാറ്റണമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആവശ്യം. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റിൻ്റെ ഡോക്ടറും ഇവിടെ സ്ഥലത്തുണ്ട്. അവരുടെ നിരീക്ഷണത്തിൽ ആനയുടെ ആരോഗ്യം അത്ര ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് വെടിവെച്ചാൽ ആനയ്ക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് മയക്കുവെടി വെച്ച് ആനയെ മാറ്റുക എന്നുള്ളത് പ്രായോഗികമായും ബുദ്ധിമുട്ടാണെന്ന് അവർ അറിയിച്ചു. അതനുസരിച്ച് ഇപ്പോൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആനയെ കിണറ്റിൽ നിന്നും കയറ്റി വിടുക, തുടർന്ന് ആനയെ നിരീക്ഷിക്കാനായിട്ട് 4 ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോണിൻ്റെ സഹായം കൂടി തേടും. ആനയെ നിരീക്ഷിച്ച് വനത്തിൽ കയറ്റിവിട്ടതിന് ശേഷം ഇനി
ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മയക്കുവെടി വെച്ച് ആനയെ സ്ഥലത്തുനിന്ന് മാറ്റാൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കും. MLAയോടൊപ്പം മറ്റ് ജനപ്രതിനിധികളായ ജെസ്സി സാജു, വിജോയ് പുളിനാട്ട്, മേരി കുര്യാക്കോസ്, എൽദോസ് ബേബി, രാഷ്ട്രീയ നേതാക്കളായ S. സതീഷ്, R. അനിൽകുമാർ, KA ജോയി, PP ജോഷി തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കെടുത്തു. GTV ന്യൂസ്, കുട്ടമ്പുഴ.